CA വിരുദ്ധ സമരം, CAക്ക് വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ്. ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച സംസ്ഥാനമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്ന സമരങ്ങളുടെ കാര്യത്തിലെടുത്ത കേസുകൾ, ഇപ്പോൾ 700-ലധികം കേസുകൾ ഇപ്പോഴും ആ കേസ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കേസുകളെ പിൻവലിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരത്തിൽ പോലും ആ രൂപത്തിൽ കേസെടുത്തു, 63 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ആത്മാർത്ഥത കുറവുണ്ടോ എന്ന് സ്വാഭാവികമായി അവർ സംശയിക്കുമല്ലോ. ഇല്ല, കേസ് എടുക്കുന്നതെന്നുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ പ്രകടനം നടത്തിയ കേസെടുക്കണം എന്നുള്ള വിധിയടക്കം ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയൊക്കെ വിധിയടക്കം ഉണ്ട്. ഞങ്ങളുമൊക്കെ ഒരുപാട് കേസുകളിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷക്കാരൊക്കെ കേസൊന്നും സുരക്ഷിതരാണെന്നുള്ളത് ധരിച്ചു പോകണ്ട. എല്ലാവരുടെ പേരിലും പ്രകടനം നടത്തിയാൽ പോലും മുൻകൂട്ടി അനുമതി വാങ്ങാത്ത പ്രകടനത്തിന് പോലും എടുക്കേണ്ടി വരുന്ന സമ്മർദ്ദമുള്ളൊരു നാടാണ് നമ്മുടേത്. കാരണം നിയമം അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ CAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ ക്രിമിനൽ കേസുകളായി വന്നിട്ടുള്ള പൊതുസ്വത്ത് നശിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ പിന്നെ നേരിട്ടുള്ള ആക്രമണങ്ങൾ, നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്, അത്തരം കേസുകളാണ് പിൻവലിക്കാതിരുന്നിട്ടുള്ളത്. അത് കോടതിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ മുറക്ക് അത് പരിശോധിച്ചിട്ട് തുടർ നടപടികൾ എടുക്കുകയാണ് ചെയ്യുക. അതല്ലാതെ പൊതുസ്വത്ത് നശിപ്പിച്ചിട്ടുള്ള കേസുകളൊന്നും അങ്ങനെ പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വളരെ കൃത്യമായ മുൻകാലങ്ങളിലുള്ള വിധികളുണ്ട്. അതിനകത്ത് പറയുന്നത് ആരാണോ ഇത് നഷ്ടപ്പെടുത്തിയത് അതിൻ്റെ പണം കെട്ടിവെച്ചാൽ മാത്രമാണ് ജാമ്യം പോലും കിട്ടുന്നത്. അതിപ്പോൾ ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും അതിൻ്റെ രീതിയിൽ ആ കേസുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ UDFൻ്റെ കാലഘട്ടത്തിൽ എടുത്ത ഒരുപാട് കേസുകൾ ഇപ്പോഴും കോടതിയിൽ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ കയറി ഇറങ്ങുന്നുണ്ട്. ആ കേസുകൾ അങ്ങനെ പിൻവലിക്കാൻ വിഷയം ഓരോരുത്തരും അവരവരുടെ ഓരോ ഘട്ടങ്ങളിലും തീരുമാനിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരി തന്നെയാണ്. CA എന്നുള്ള കാര്യത്തിൽ CAയിൽ ഏകമായ അഭിപ്രായമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ CAയും അതുപോലെയുള്ള നിയമങ്ങളും ഒക്കെ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന പാർലമെൻറ്റ് മെമ്പർമാരാരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 MP അവർ ഈ പറഞ്ഞ രജിസ്റ്ററിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഘോരഘോരം പ്രസംഗിച്ചിട്ട് വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ വോട്ട് ചെയ്യാനുണ്ടായത് ഏക ഹാരിഫ് മാത്രമാണ്. പാർലമെൻറ്റിനകത്ത് നിയമം കൊണ്ടുവരുമ്പോൾ ഈ NPR-അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയിലൊക്കെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എവിടെയാണ് പ്രതികരിക്കേണ്ടത്? അവിടെ ആരിഫ് എന്ന് പറയുന്ന CPIMൻ്റെ പാർലമെൻറ്റ് മെമ്പർ ഒഴികെ ഒരാളും എതിർത്ത് വോട്ട് ചെയ്തില്ല. പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. പക്ഷേ CPM ഇറങ്ങിപ്പോയിട്ടില്ല. രാജ്യസഭക്കകത്ത് ശബ്ദ വോട്ടോടെ പാസ്സാക്കി. പക്ഷേ ആ ശബ്ദ വോട്ടോടെ പ്രതികരിച്ചുകൊണ്ട് എതിർത്ത് ഉള്ള ശബ്ദമാണ് CPIMൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർ, രാജ്യസഭാ മെമ്പർമാരുണ്ടായത്. അവിടെയൊക്കെ മറ്റുള്ളവരെ വോട്ടിനിട്ടില്ല എന്നുള്ളത് വോട്ടിനിടാത്തതിലും പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എടുക്കുന്നൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. അന്ന് സംഭവിച്ചിട്ടുണ്ടായത് എന്താണ്? കൃത്യമായിട്ട് അതിൽ എതിരഭിപ്രായം പറഞ്ഞ് അത് തന്നെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്നോ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്നൊരു മെസ്സേജ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തമായിട്ടും പ്രതിപക്ഷം മുഴുവൻ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ വിഷയമാണ്. ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ? കാരണം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. ബഹിഷ്കരണം വേറൊരു വിഷയമാണ്. ബഹിഷ്കരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും രണ്ട് തന്നെയാണ് ജനാധിപത്യത്തിൽ. വോട്ട് ബഹിഷ്കരിച്ചു പോയതുകൊണ്ട് അവിടെ എന്തെങ്കിലും രേഖപ്പെടുത്തപ്പെടുന്നില്ല. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പാർലമെന്റ് മെമ്പർ വോട്ട് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇല്ല, അതിൽ പല കാര്യങ്ങളിലും ഒരുമിച്ച് തീരുമാനം എടുത്താൽ പോലും നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊരു പ്രായോഗിക പ്രശ്നം ഉണ്ടല്ലോ കേരളത്തെ സംബന്ധിച്ച്. പക്ഷേ അതിൽ പ്രതിപക്ഷത്തിന് ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസോ മറ്റ് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാരണവശാലും ഇറങ്ങിപ്പോവുകയല്ല വേണ്ടിയിരുന്നത്, അവിടെ വോട്ട് രേഖപ്പെടുത്തുകയാണ് വേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായം. മുന്നണിയുടെ തീരുമാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് കൃത്യമായൊരു മുന്നണിയുടെ തീരുമാനമായിരുന്നു. ഇങ്ങനെയൊരു നിയമം വരുമ്പോൾ അതിൽ ഇരിക്കുക തന്നെ ചെയ്യരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ നിലപാട്. അങ്ങനെ തന്നെയാണ് പാർലമെൻറ്റ് മുഴുവനായിട്ടും. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, ഒരുപാട് ജനാധിപത്യ കക്ഷികൾ എല്ലാവരും അത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും അതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തത്. അത് കൃത്യമായൊരു മുന്നണിയുടെ നിലപാടായിക്കൊണ്ട് കൃത്യമായി ശക്തമായൊരു പ്രതിപക്ഷമായിക്കൊണ്ട് ചെയ്ത ഒരു എന്താ പറയുക ആക്റ്റായിരുന്നു. അതിലേതെങ്കിലും തരത്തിൽ സംശയത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല.